കൊടുങ്ങല്ലൂർക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന റോഡാണത്. ഈ റോഡിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് കാണണം. ഒരു 1.25 കിലോമീറ്റർ, അതായത് ബൈപ്പാസിന് പാരലായിട്ട് പോകുന്ന വഴിയാണത്. അതായത് നമ്മുടെ CI സിഗ്നൽ മുതൽ ചന്തപ്പുര വരെ എന്തെങ്കിലും ബൈപ്പാസിൽ ബ്ലോക്കോ എന്തെങ്കിലും വർക്കുകളോ മെയിൻ്റനൻസോ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇതിലെയാണ് പോകാറുള്ളത്. കാറ്, ബൈക്ക്, ഓട്ടോകൾ. ആ പോകുന്ന വഴിയാണ് നിങ്ങൾ ഈ കാണുന്നത്. 7-8 വർഷമായിട്ട് എനിക്ക് ഈ റോഡ് അറിയാം. പക്ഷേ ഇതുവരെ എന്തെങ്കിലും പാച്ചോ അല്ലെങ്കിൽ റീടാറിങ്ങോ ഒന്നും ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കഴിഞ്ഞ മഴയ്ക്ക് മുന്നെങ്കിലും ചെയ്യുന്നു വിചാരിച്ചു, എവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെയൊക്കെ കാണണം എത്ര കാലമായിട്ട് പൊളിഞ്ഞ് കിടക്കുകയാണെന്നറിയാം ഈ റോഡൊക്കെ. എന്തുകൊണ്ടാണ് അധികാരികൾ ഈ റോഡിനെ ഇങ്ങനെ അവഗണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബാക്കി എല്ലാ റോഡുകളും, അതായത് ഇതിൽ കുറവ് പ്രശ്നങ്ങളും കുണ്ടും കുഴിയുള്ള റോഡുകൾ വരെ ടാർ ചെയ്തു. ഇത് മാത്രം ടാർ ചെയ്യണില്ല. ഇതിപ്പോൾ CI സിഗ്നലിൽ അവിടെ നിന്ന് നമുക്ക് മോഡേൺ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകാൻ പറ്റുന്നൊരു ഷോർട്ട് കട്ട് റോഡാണ്. പക്ഷേ വീതി കുറവാണ്. പക്ഷേ ബൈക്കിനും ഓട്ടോനൊക്കെ പോകാൻ നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള റോഡാണ്. പക്ഷേ ഇതാണ് അവസ്ഥ. ചില ഭാഗത്ത് മാത്രം വലിയ കുഴപ്പമില്ലാതെ കിടക്കുന്നുണ്ട്. ഈ ഭാഗം കുറച്ച് കുഴപ്പമില്ല. പക്ഷേ പിന്നെ വീണ്ടും കണ്ടില്ലേ, ഇവിടെ എത്തിയപ്പോൾ വീണ്ടും പ്രശ്നമായി. പിന്നെ ഇത് കഴിഞ്ഞാൽ കുറച്ച് ഇവിടെയൊക്കെ ഈ ബൈക്കും ഒരു കാറൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. 2 കാർ വന്നാൽ പിന്നെ പറയണ്ട, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കുണ്ടും കുഴിയും അതിനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ബൈക്കാരാണ് കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. കാരണം വണ്ടി റോഡ് സൈഡിലേക്ക് ഇറക്കാൻ പറ്റില്ല, ഈ കുഴിയിലേക്ക് വീഴും. അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ റോഡാണിത്. പിന്നൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ റോഡിൽ കൂടെ പോയിട്ട് എൻ്റെ സ്കൂട്ടറിൻ്റെ ടയർ 4 തവണ പഞ്ചറായിട്ടുണ്ട്. 4 തവണ. അതും ഒരു 7-8 മാസത്തിൻ്റെ ഇടയ്ക്കിട്ടാണ്. അതും അല്ലെങ്കിൽ അതും ഡെയിലി ഓടുന്ന സ്കൂട്ടറല്ല. ആഴ്ചയിൽ 3-4 ദിവസം മാത്രം എടുക്കുന്ന, അല്ലെങ്കിൽ 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ എടുക്കുന്ന സ്കൂട്ടറാണ് പഞ്ചറാവുന്നത്. അപ്പോൾ എത്ര വണ്ടികളിവിടെ പഞ്ചറാവണുണ്ടാവും? അതും കൂടി ഒന്ന് ആലോചിച്ചുകൂടെ ഇവർക്ക്? ഈ എന്തൊരു മോശമാണ് നോക്കിയേ. ഇവിടൊക്കെ ബൈക്കാരവിടെ കിടക്കാൻ പറ്റാത്ത ആരാ പാസ് അടിച്ചത്? ഈ ഭാഗം വളരെ മോശമാണ്. ഇപ്പോൾ നമ്മൾ മോഡേൺ ഹോസ്പിറ്റലിൻ്റെ അവിടേക്ക് എറിയാട് ചന്തപ്പുര റോഡുമ്മേക്ക് കയറാൻ പോവാണ്. ആ ഭാഗം ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. ഈ ഭാഗം സൈഡ് മറ്റേ എന്താ പറയുക, വെള്ളത്തിൻ്റെ ഇതിന് കുഴിച്ചിട്ട്, പൈപ്പ് ഇടാൻ കുഴിച്ചിട്ട്, പിന്നെ അവിടെ കല്ലിട്ട് പോയി എന്നല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല. കല്ലിട്ടില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ നമ്മളിതേ മോഡേൻ്റെ അവിടേക്ക് കയറാൻ പോവാണ്. ഇവിടം വരെ ഇതാണ് അവസ്ഥ ഈ റോഡിൻ്റെ. അപ്പോൾ ഇതെല്ലാം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്.